സഹോ എന്ന് പറയുന്നത് ആ ഒരു സഹോ എനിക്ക് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ സഹോ, ആ ഒരു സഹോ ആയിരുന്നു. പിന്നെ ഇതിനകത്ത് കഥാപാത്രം നമ്മുടെ രഞ്ജിത്ത് സാറ് അവതരിപ്പിക്കുന്ന കഥാപാത്രം, സഖാവിൻ്റെ കഥാപാത്രം എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്ലിയും എല്ലാവരുടെ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നൊരു മനുഷ്യനും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിട്ടാണ്. അപ്പം നമ്മളത് പറയാം, നമുക്ക് ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കൺസെപ്റ്റ്. ഇനിയൊരു ആത്മാർത്ഥ സഖാവാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട്. സഖാവ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഫ്രണ്ട് എന്നല്ല അർത്ഥം. അപ്പം അങ്ങനെയാണ് ഒരു ആത്മാ സഖോ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇതിൽ 2 പാട്ടുണ്ട്. അപ്പൊ ആ പാട്ടിലെ കൊറിയോഗ്രാഫിയും എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞോളൂ, ഒരു പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ട്, ആൻഡ് കൊറിയോഗ്രാഫി എങ്ങനെയുണ്ടായിരുന്നു? സെറ്റ് ലൊക്കേഷനിൽ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഒരു ഭരതനാട്യം ആർട്ടിസ്റ്റാണ്. അപ്പം ഗോപേട്ടന് ഭയങ്കര താല്പര്യമാണ് സിനിമയെ കുറിച്ചൊക്കെ, എപ്പോഴും എന്നോട് പറയും. അപ്പം ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് വളരെയധികം ഭയങ്കര ഇഷ്ടം തോന്നി. ഇത് കൊള്ളാലോ തോന്നി. കാരണം എനിക്ക് കൂടുതലും ഞാൻ കോമഡി ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു നല്ല ഹ്യൂമർ സബ്ജക്റ്റും കൂടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പം ഞാൻ ഗോപേട്ടനോട് പറഞ്ഞു, ഇത് നമുക്ക് ചെയ്താലോ. അങ്ങനെയാണ് ആത്മസഹോയിലേക്ക് ഞങ്ങൾ കിടക്കുന്നത്. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷമാണ് അഭിനയിക്കാനും ഒരു ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് അഭിനയിക്കുന്നതൊക്കെ ചെയ്തത്. സത്യത്തിൽ എനിക്ക് ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും ആർട്ടിസ്റ്റിനൊപ്പം ഇങ്ങനെ ഒരു ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം ഗോപേട്ടനെല്ലാം. ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ പഠിച്ചു വരുന്നു. അതുമല്ല, നമ്മൾ ഒരുപാട് നാളായിട്ട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നമ്മൾ കണ്ട്. അതെ, ഇത്രയും നാള് ഞാനൊരു ഓഡിയൻസ് ആയിരുന്നു. ഞാൻ കാരണം ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്. നമ്മളിപ്പോ ഒരു നൃത്തം ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു ക്യാമറയുടെ മുന്നിൽ ഒന്ന് അഭിനയിക്കുന്നതൊക്കെ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് നൃത്തത്തോടൊപ്പം തന്നെ അതേ പാഷൻ ഞാൻ കുഞ്ഞിലേക്ക് കുറച്ച് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് അറിയാം. എനിക്ക് പാഷനോടെന്നുള്ളത് അറിയാം. അപ്പം ഞങ്ങളുടെ നൃത്തം എന്ന് പറഞ്ഞാൽ സാധാരണ അല്ല, ഞങ്ങൾ വളരെ ഇതിനകത്ത് ഡോക്ടറേറ്റ് കഴിഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന നർത്തകരാണ് ഞങ്ങൾ. ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ് ദൂരദർശനിൽ. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഈ പാഷൻ അറിഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഞാൻ സപ്പോർട്ട് ചെയ്തത്. ശരി, നമുക്ക് സപ്പോർട്ട് വേണമല്ലോ, ഫാമിലി സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരാൾക്ക് ഒരു ആഗ്രഹം എപ്പോഴും, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആരുമാവട്ടെ, അവർക്കൊരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഒരു കലാകാരനാവില്ല. അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ സപ്പോർട്ടാണ്. ചെയ്യട്ടാന്ന് പറയാനേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ചേട്ടന്റെ ആത്മസുഹൃത്താണ്, എന്നാൽ ഈ സിനിമയിൽ ഒരു വില്ലനായിട്ടാണ് കാണിച്ചത്. എങ്ങനെ തോന്നി സുഹൃത്തിനെ ഒരു വില്ലനായിക്കാൻ? സുഹൃത്തിനെ വില്ലനാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലൻ ഉണ്ടെന്ന് തോന്നിയോ? അവൻ വില്ലത്തരം കാണിക്കേണ്ട സ്ഥലത്ത് വില്ലത്തരം കാണിക്കും. എന്നാ അത് നമ്മൾ പറയില്ലേ, ചങ്ക് പറിച്ചു കൊടുക്കും. അതുപോലെ സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ അതുപോലെ. പക്ഷെ അവൻ ജെന്യൂനായിട്ടാണ്, ഇത് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ആത്മാ സുഹൃത്താണ്. അതുപോലെ വേറെ കാര്യമുണ്ട്, അവന് അഭിനയിക്കണം എന്നുള്ളൊരു പാഷൻ ഉണ്ട്. അവനില്ലാത്ത കോണ്ടാക്ട്സ് ഇല്ല. പക്ഷേ അവന് ഈ സിനിമയിലൂടെ എനിക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കാരണം എൻ്റെ സുഹൃത്താവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിറിക്സും ഡയലോഗ്സൊക്കെ എഴുതിയ സിനു സാഗർ ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിച്ചേട്ടനാണ് എനിക്ക് ഷിയാസ് എന്നാണ് പേര്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളി ഇപ്പോൾ അടുത്ത പടം ചെയ്യാൻ നിൽക്കുകയാണ്, സുൽത്താന പ്രൊഡക്ഷൻസ് അല്ലേ. സുൽത്താന പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ഉടനെ വരും. ഒന്നല്ല, ഈ സിനിമകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരും, പുള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അപ്പോൾ ഇൻഡസ്ട്രിയിൽ കുറച്ച് ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവും. നല്ല സഹോദരനെ ഞങ്ങൾക്ക് സഹോദരനെ കിട്ടി, നല്ലൊരു സഹോദരനാണ്. കഥയായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു? കഥയല്ല, ഞാൻ ആദ്യം സിനു സാഗർ എന്ന ആളാണ് ഇതിനകത്ത് ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത്. ആളെ കാണാനാണ് ഞാൻ പോണത്. ആളെൻ്റെ ഫ്രണ്ടാണ്. അവിടെ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആൾ എന്നോട് മുമ്പ് ഒരു സിനിമയുടെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്ക് അഭിനയിക്കണം എന്നുള്ളത് ഒരു മനസ്സിലുണ്ട് ചിന്ത. ഇത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അങ്ങനെ സിനിമ മുഖേനയാണ് ഇവിടെ എത്തുന്നത്. പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്ന് ഇത് സിനിമ മേഖലയായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല. ഞാൻ ബിസിനസ്സുകാരനാണ്. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ബിസിനസ്. നമ്മൾ ഇവിടെ സാധാരണ ആൾക്കാരൊക്കെ നാട്ടിലും ദുബായിലൊക്കെ, ഞാൻ ചൈനയിലായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് നല്ലൊരു സൗഹൃദം, അടിപൊളി സൗഹൃദം. ഇനിയിപ്പോൾ നമുക്ക് പ്രൊഡക്ഷനായി, സിനിമയായി, ഇനി മുന്നോട്ട് പോകാം. അത്ര. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.